ഒറ്റ ഇരിപ്പിന് തന്നെ ഇരുന്ന് വായിച്ചു തീർക്കാവുന്ന ഒരു കുട്ടി പുസ്തകം. 2 നോവലുകളുടെ സമാഹാരമാണ് ഈ ഒരു പുസ്തകം. KR മീരയുടെ മാലാഖയുടെ മറുകുകൾ കരിനീല എന്ന പുസ്തകം. ഈ ഒരു പുസ്തകത്തിലെ ആദ്യത്തെ കഥയാണ് മാലാഖയുടെ മറുകുകൾ, രണ്ടാമത്തെ കഥയാണ് കരിനീല. എഴുത്തുകാരിയായിട്ടുള്ള KR മീരയെ ഒന്ന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ. ആരാച്ചാർ എന്ന പുസ്തകത്തിന് വയലാർ അവാർഡ്, അതുപോലെ തന്നെ ഓടക്കുഴൽ അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും കേരള സാഹിത്യ അക്കാദമി അവാർഡും ഒക്കെ ലഭിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരി. ഈ ഒരു പുസ്തകം ഞാൻ വായിക്കുന്ന ആദ്യത്തെ പുസ്തകമാണ് KR മീരയുടെ. ഇനി എനിക്ക് ആരാച്ചാറൊക്കെ വായിക്കണം എന്നല്ല ആഗ്രഹമുണ്ട്. എന്തായാലും പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് പോകാം. ആദ്യത്തെ കഥയായിട്ടുള്ള മാലാഖയുടെ മറുകുകൾ, അത് ശരിക്കും തുടങ്ങുന്നത് തന്നെ ഒരു കൊലപാതക രംഗത്തിലൂടെയാണ്. ഏഞ്ചല എന്ന ഒരു സ്ത്രീ അവരുടെ ഭർത്താവായിട്ടുള്ള അലക്സാണ്ടർ അവരെ കൊല്ലുകയാണ്. അവരുടെ 2 മക്കൾ അവിടെ സാക്ഷിയായി കണ്ടുകൊണ്ട് സഹോദരിമാരെ തമ്മിൽ പിരിയിക്കുന്ന ആ ഒരു കാഴ്ച, ഇതൊക്കെ തന്നെ നമുക്ക് ഈ ഒരു പുസ്തകം വായിക്കുമ്പോൾ ഈ കഥയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. രണ്ടാമത്തെ കഥ എന്ന് പറയുന്നത് ഒരു പ്രണയകഥയാണ്. അതാണ് കരിനീല എന്ന് പറയുന്നത്. കരിനീല എന്ന നോവൽ ശരിക്കും ഒരു സന്യാസിയോട് ഒരു വിവാഹിതയായിട്ടുള്ള 2 മക്കളുള്ള ഒരു സ്ത്രീക്ക് തോന്നുന്ന ഒരു പ്രണയം, അതിൻ്റെ ഒരു കഥയാണ്. അങ്ങനെ അവരുടെ ആ യാത്രയിലൂടെ നമ്മളും സഞ്ചരിക്കുകയാണ്. ബേസിക്കലി സ്റ്റീരിയോ ടൈപ്സ് ബ്രേക്ക് ചെയ്യുന്ന കഥയാണ് ഇത് രണ്ടും തന്നെ, 2 കഥകളും തന്നെ. അപ്പോൾ അതൊക്കെ തന്നെയാണ്. പിന്നെ ആദ്യത്തെ കഥയിൽ നരേന്ദ്രൻ എന്നൊരു കഥാപാത്രമുണ്ട്. അങ്ങനെ അതൊക്കെ തന്നെയാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ പ്രത്യേകതയും. പല സ്റ്റീരിയോ ടൈപ്സും ഇത് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ ഒരു പുസ്തകത്തെ പറ്റി പറയാൻ. അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരു പുസ്തകം. സൈനിങ് ഓഫ്. ബൈ.